സർ, സിറിയയിൽ ഷിയ മുസ്ലിങ്ങൾക്ക് വംശഹത്യ സംഭവിക്കുന്നുവെന്ന് എന്താണ് അതിൻ്റെ പ്രധാന കാരണം? സിറിയയിൽ കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ ലട്ടാക്കിയ എന്ന് പറയുന്ന സ്ഥലത്ത് 1000 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. വിത്തിൻ 48 hours 1000 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ലട്ടാക്കിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഷിയകൾ എന്ന് പറയുമെങ്കിലും അവിടെ അവർ അല്ലവൈറ്റ്സ് എന്നാണ് പറയാറ്. അതായത് അല്ലവൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫോളോവേഴ്സ് ഓഫ് അലി അല്ലെങ്കിൽ ഫോളോവേഴ്സ് ഓഫ് ഇമാം അലി എന്നുള്ള അർത്ഥത്തിലാണ് അല്ലവൈറ്റ്സ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ ഫോളോവേഴ്സ് ഓഫ് അലി അല്ലെങ്കിൽ അല്ലവൈറ്റ്സ് എന്ന് പറയുന്ന വിഭാഗം പഴയ പ്രസിഡന്റ് ബാഷർ അൽ അസാദിൻ്റെ വലിയ സപ്പോർട്ടേഴ്സായിരുന്നു. കാരണം സിറിയ പ്രിഡോമിനൻ്റ്ലി സുന്നി കൺട്രിയാണ്, 75% സുന്നിയാണ്. അപ്പോൾ ഒരു 12 to 15% താഴെയുള്ളൂ ഈ പറയുന്ന അല്ലവൈറ്റ്സ് അവിടെ. ബാക്കി 75% സുന്നികളാണ്. പക്ഷേ ഭരിച്ചിരുന്നത് അല്ലവൈറ്റ്സ് അല്ലെങ്കിൽ ഷിയ വിഭാഗത്തിൽപ്പെട്ട ആളാണ് ബാഷർ അൽ അസാദ്. ബാഷർ അൽ അസാദിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഫാദറാണ് അവിടെ ഭരിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ഹാഫിസ് അൽ അസാദ് എന്നാണ്. അപ്പോൾ ഹാഫിസ് അൽ അസാദും ബാഷർ അൽ അസാദും കൂടി അല്ലെങ്കിൽ അസാദ് അവർ ആ ഫാമിലി 50 years അവിടെ ഭരിച്ചു, അറൗണ്ട് 50 years. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ സുന്നി വിഭാഗത്തിന് അവരുടേതായ കാഴ്ചപ്പാടുണ്ട്. അവർക്ക് ഇദ്ദേഹത്തിനോട് എതിർപ്പായിരുന്നു. അങ്ങനെ 2011 നമ്മൾ കേട്ടു അറബ് വസന്തം എന്ന് പറഞ്ഞു, മുല്ലപ്പൂ വിപ്ലവം എന്നൊക്കെ പറഞ്ഞു. അത് തുടങ്ങി ആദ്യം ടുണീഷ്യയിൽ ആരംഭിച്ചു, പിന്നെ ഈജിപ്തിൽ ആരംഭിച്ചു, പിന്നെ അത് ലിബിയയിലേക്ക് പടർന്ന് കയറി, യമനിലേക്ക് കയറി, പിന്നെ അത് കഴിഞ്ഞിട്ട് സിറിയയിലേക്കും കയറി. അപ്പോൾ സിറിയയിൽ പക്ഷേ അദ്ദേഹം ബാഷർ അൽ അസാദ് പിടിച്ചു നിന്നു, അതൊന്നും വകവയ്ക്കാതെ. അതേസമയം ലിബിയയിലൊക്കെ അവിടുത്തെ ഭരണാധികാരിക്ക് ഓടിപ്പോകേണ്ടിയും വന്നു. ടുണീഷ്യയിലെ ഭരണാധികാരി ഓടിപ്പോയി, ലിബിയയിലെ പക്ഷേ ഓടിപ്പോയില്ല, പരാജയപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു അവർ. ലിബിയയിലെ ഗദ്ദാഫിനെ കൊന്നുകളഞ്ഞു. ലിബിയയിലെ ഗദ്ദാഫിനെ കൊന്നുകളയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സാധിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് പുറമേ നിന്ന് സപ്പോർട്ട് കിട്ടി. നെയ്റ്റോ അവിടെ നോ ഫ്ലൈ സോണൊക്കെ പ്രഖ്യാപിച്ച് നെയ്റ്റോയുടെ ആക്രമണമൊക്കെ നടത്തി. അങ്ങനെ വന്നതുകൊണ്ട് ജനങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ട് കിട്ടി. അതേസമയം ഗദ്ദാഫിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു ഈ നോ ഫ്ലൈ സോൺ പ്രഖ്യാപിച്ചുകൊണ്ട്. പക്ഷേ സിറിയയിൽ സംഭവിച്ചത് നേരെ വിപരീതമാണ്. സിറിയയിൽ ജനങ്ങളെ ആരും സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നില്ല. ഈ സുന്നി മജോറിറ്റി ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. അതേസമയം ഈ ഷിയ അല്ലെങ്കിൽ അലവൈറ്റ് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ അല്ലെങ്കിൽ ബാഷർ അൽ അസാദിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പുറമേ നിന്ന് പലരും വന്നു. ഒന്ന് ഇറാനിലെ റവല്യൂഷണറി ഗാർഡ്സ് ആയിരുന്നു, പിന്നെ ഹിസ്ബുള്ള ആയിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും കൂടി നിലത്തുള്ള ഗ്രൗണ്ട് ലെവലിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചു. മുകളിൽ നിന്ന് റഷ്യൻ എയർഫോഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ റഷ്യയുടെയും അതേപോലെ ഇറാൻ്റെയും അതേപോലെ ഹിസ്ബുള്ളയുടെയും എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് ഈ ബാഷർ അൽ അസാദിന് ജനങ്ങളിൽ നിന്നുള്ള ആക്രമണം നേരിടാൻ ഒരു ബുദ്ധിമുട്ടും വന്നില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഇദ്ദേഹം മുന്നോട്ട് പോയി. പക്ഷേ വളരെ കാലം ഈ ജനങ്ങളുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ ഇദ്ദേഹം പിടിച്ചു നിന്നുവെങ്കിലും അവസാനം വന്നപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റഷ്യക്ക് യുക്രൈൻ്റെ പ്രശ്നം വന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാൻ സമയമില്ല. ഇറാനാണെങ്കിൽ ഇസ്രായേലുമായിട്ടുള്ള ആക്രമണത്തിൽ ഇറാന് കുറേ ക്ഷീണം പറ്റി. പിന്നെ ഹിസ്ബുള്ളയാണെങ്കിലും ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ നന്നായിട്ടൊന്ന് ദുർബലപ്പെട്ടു. അപ്പോൾ ഇവർക്ക് ആർക്കും ഇവിടെ വന്നിട്ട് ബാഷർ അൽ അസാദിനെ സഹായിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. അതിൻ്റെ ഇടയ്ക്ക് ബാഷർ അൽ അസാദിനാണെങ്കിൽ ഈ തുർക്കിയിൽ എർദോഗാൻ്റെ സപ്പോർട്ടും കിട്ടി. അതായത് ഇത് സംഭവിച്ചത് എങ്ങനെയാണ്? ബാഷർ അൽ അസാദിന് ഇറാൻ്റെ സപ്പോർട്ടുണ്ട്, ഹിസ്ബുള്ളയുടെ സപ്പോർട്ടുണ്ട്, പിന്നെ അതുകൂടാതെ റഷ്യൻ എയർഫോഴ്സിൻ്റെ സപ്പോർട്ടുണ്ട്. ഇതായിരുന്നു അവസ്ഥ. പക്ഷേ ഇവരെല്ലാവരും ദുർബലപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? അവർക്ക് ഇവിടെ ഇടപെടാൻ സൗകര്യമില്ലാത്ത അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ ആ തക്കം തുർക്കിയെ അത് ഉപയോഗപ്പെടുത്തി അവിടുത്തെ എർദോഗാൻ ഈ സുന്നി വിഭാഗങ്ങളെ സഹായിക്കാൻ തുടങ്ങി. അങ്ങനെ അൽ ഷാര എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിൽ അവരൊരു ആക്രമണം നടത്തി. അങ്ങനെ ബാഷർ അൽ അസാദിനെ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. അദ്ദേഹം റഷ്യയിലേക്ക് പലായനം ചെയ്തു. അങ്ങനത്തെ സാഹചര്യത്തിൽ ഇവർ അൽ ഷറ എന്ന് പറയുന്ന ആൾ അവരുടെ സുന്നി വിഭാഗത്തിൻ്റെ ഗവൺമെൻറ് അവിടെ വന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ആൾക്കാരുണ്ട്, ബാഷർ അൽ അസാദിൻ്റെ പഴയ സപ്പോർട്ടേഴ്സ് ഉണ്ട്, അവർക്ക് ഈ ഗവൺമെൻറ്റിന് ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആക്രമണങ്ങൾ വരാൻ തുടങ്ങി. ബാഷർ അൽ അസാദിൻ്റെ വിഭാഗത്തിൽപ്പെട്ട അല്ലവൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ മൈനോറിറ്റിയാണ്. അവർക്ക് സുന്നികളുമായിട്ട് ആക്രമിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. പക്ഷേ അവർ വേറൊരു പണി ചെയ്തിരുന്നു. അവിടെ ലട്ടാക്കിയ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്.
അത് ഈ സമുദ്ര തീരമാണ്. അവിടെ അടുത്ത് പർവ്വതങ്ങളൊക്കെ ഉണ്ട്. ജബ്ല എന്നൊക്കെ പറഞ്ഞ ഒരു ഗ്രാമം ഈ പർവ്വതത്തിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഈ പരിസരത്ത് നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴത്തെ പുതിയ ഗവൺമെൻറ്റിനെ ആക്രമിക്കുന്ന ഒരു രീതി വന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ 13 പട്ടാളക്കാരെ വധിച്ചു ഈ ലട്ടാക്കിയ എന്ന് പറയുന്ന സ്ഥലത്ത്. അവർ പട്ടാളക്കാരെ വധിച്ചിട്ട് ഓടി, അവിടെ മൗണ്ടൻ ഉണ്ട്, അതിൻ്റെ മുകളിലേക്ക് കയറും. അപ്പോൾ അവരെ പിടികൂടാൻ പ്രയാസമാണ്. അങ്ങനെ ഇതൊരു സ്ഥിരം പതിവായി. അപ്പോൾ അത് കൂടി വന്നപ്പോഴാണ് ഈ 13 പട്ടാളക്കാരെ കൊന്നത്. 13 പട്ടാളക്കാരെ കൊന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ പട്ടാളത്തിൻ്റെയും അവിടുത്തെ സർക്കാരിൻ്റെയും അല്ലെങ്കിൽ അൽഷറ എന്ന് പറയുന്ന ഭരണാധികാരിയുടെ ഒക്കെ ആറ്റിറ്റ്യൂഡ് മാറി. അവിടെ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ ഈ ആക്രമണത്തിൽ അവർ സപ്പോർട്ട് ചെയ്തു എന്നുള്ള പേരിൽ പട്ടാളക്കാർ കയറി എല്ലാ വീടുകളിലും, ലട്ടാക്കിയയിലുള്ള എല്ലാ വീടുകളിലും കയറി ജനങ്ങളെ പിടിച്ചുകൊണ്ടുവരാൻ തുടങ്ങി. പുരുഷന്മാരെയൊക്കെ നിരനിരയായിട്ട് കൊണ്ടുവന്നു. പുരുഷന്മാരെ നിരനിരയായിട്ട് കൊണ്ടുവന്നിട്ട് ഈ റോട്ടിലിട്ട് അവരെ നിരയായിട്ട് നിർത്തിയിട്ട് ഫയറിങ് തുടങ്ങി. അവിടെ ജനങ്ങൾ മരിക്കാൻ തുടങ്ങി. അപ്പോൾ പുരുഷന്മാർക്ക് അത്രേ പ്രശ്നം ഉണ്ടായുള്ളൂ. പിന്നീട് അവർ ഈ സ്ത്രീകളെയും പിടിച്ചിട്ടുണ്ടായിരുന്നു, കുട്ടികളെയും പിടിച്ചിട്ടുണ്ടായിരുന്നു. സ്ത്രീകളോട് ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സ്ട്രീറ്റിൽ നെയ്ക്കഡായിട്ട് പരേഡ് ചെയ്യുന്നു. അതുകൂടാതെ ഈ സ്ത്രീകളെ ഈ നെയ്ക്കഡ് പരേഡിങ് കഴിഞ്ഞിട്ട് അവരെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. ഈ കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ടുവന്നവരെ കൊണ്ട് എന്താ ചെയ്യിപ്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ മെഷീൻ ഗണ്ണൊക്കെ കൊടുത്തിട്ട് കുട്ടികളുടെ പേരൻസിനെയും ഫാമിലിയെയും ആക്രമിക്കാൻ പറഞ്ഞു. അങ്ങനെ ആക്രമണം നടത്തി. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അതീവ ദുഷ്കരമായൊരു അവസ്ഥ വന്നു. അങ്ങനെയാണ് 48 മണിക്കൂറിൽ 1000 പേര് കൊല്ലപ്പെട്ടത്. അതിൽ 745 ആൾക്കാർ ഈ പറയുന്ന അല്ലവൈറ്റ് വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു. പിന്നെ കുറച്ച് പട്ടാളക്കാരും മറ്റുള്ള ആൾക്കാരും ഒക്കെ ഉണ്ട്. എന്തായാലും 1000 പേരുടെ മരണത്തിന് 48 അവേഴ്സ് മാത്രമേ എടുത്തുള്ളൂ. പിന്നെ വേറെ ഒരു കാര്യം ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഷോപ്പുകളും മറ്റു കാര്യങ്ങളിലൊക്കെ ഉണ്ട്. എന്തെല്ലാം ഉണ്ടോ എല്ലാം അവിടുന്ന് എടുത്തുകൊണ്ടുപോയി ആൾക്കാർ കൊള്ളയടിച്ചു. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ലട്ടാക്കിയ എന്ന് പറയുന്ന സ്ഥലത്ത് ജീവിതം ദുസ്സഹമായി, അത് ഇമ്പോസിബിളായിട്ട് മാറി. അതാണ് അവസ്ഥ. പിന്നെ ഈ അൽഷറ എന്ന് പറയുന്ന ഭരണാധികാരി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പട്ടാളക്കാർ കൂടുതൽ ഓവർ റിയാക്ഷനൊന്നും നടത്തരുത്. ശരി, 13 പട്ടാളക്കാരെ കൊല്ലപ്പെട്ടു, അതിനെ തിരിച്ചടിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ പരിധി വിട്ടു പോകരുതെന്നൊക്കെ ഉപദേശിച്ചിട്ടുണ്ട്. അതേസമയം ഹിസ്ബുള്ള പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്കിതിൽ യാതൊരു റോളുമില്ല, ഞങ്ങളവിടെ പോയിട്ട് യാതൊരു കുഴപ്പം ഒപ്പിച്ചിട്ടില്ല എന്ന് അവരും പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ജബ്ല എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന്, ലട്ടാക്കിയയിലുള്ള ജബ്ല, അതായത് മൗണ്ടൻ്റെ അടുത്തുള്ള സ്ഥലമാണ്, അവിടെയുള്ള ആൾക്കാർ ഓടി മലകളുടെ മുകളിലേക്ക് കയറുന്നുണ്ട്. അവിടെ പട്ടാളക്കാർ വരില്ല എന്ന് വിചാരിച്ച്. പിന്നെ വേറൊരു സ്ഥലം അവർ പോകുന്നത് റഷ്യയുടെ ഒരു മിലിറ്ററി ബേസ് അല്ലെങ്കിൽ എയർഫോഴ്സ് ബേസ് ഉണ്ട്, മെയ്മിം എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അവിടെ കുറേ പേര് പോയി അവിടെ അഭയം പ്രാപിച്ചിട്ടുണ്ട്. പിന്നെ കുറേ പേര് ലെബനോണിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനുള്ള ഒരു അവസ്ഥയാണ്. ഇപ്പം എന്തായാലും ഈ മുല്ലപ്പൂ വിപ്ലവം എന്ന് പറഞ്ഞാൽ ടുണീഷ്യയിലാണ് ആരംഭിച്ചത്. അങ്ങനെ ആരംഭിച്ച് പലയിടത്തെയും വിപ്ലവമൊക്കെ കെട്ടടങ്ങി. ടുണീഷ്യയിലെ തീർന്നു. ടുണീഷ്യയിലെ ഭരണാധികാരി സൗദി അറേബ്യയിലേക്ക് പോയി. പിന്നെ ലിബിയയിലെ ആളാണെങ്കിൽ ഗദ്ദാഫി കൊല്ലപ്പെട്ടു. പിന്നെ മുബാരക്കാണെങ്കിൽ ഇപ്പം മരിച്ചു പോയി. പിന്നെ ഒരാൾ ഉണ്ടായിരുന്നത് യമനിലെയാണ്, സാലെ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടൊരാൾ, അയാളും കൊല്ലപ്പെട്ടു. പിന്നെ ബാക്കിയുണ്ടായിരുന്ന ആളാണ് ഈ പറയുന്ന ബാഷർ അൽ അസാദ്. അയാളാണെങ്കിൽ ഇപ്പോൾ റഷ്യയിൽ പോയി. പക്ഷേ ഇപ്പോഴും സിറിയയിലെ പ്രശ്നം തീർന്നിട്ടില്ല. സിറിയയിൽ സുന്നികളുടെ ഗവൺമെൻറ് വന്നു, അല്ലെങ്കിൽ സുന്നി ഭൂരിപക്ഷത്തിൻ്റെ ഗവൺമെൻറ് വന്നു. അവർ ഇപ്പോൾ അവിടെയുള്ള അല്ലവൈറ്റ്സ് ന്യൂനപക്ഷം ഷിയ എന്ന് പറയുന്ന വിഭാഗത്തെ ഇങ്ങനെ ഇപ്പോൾ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രകോപനമായത് 13 പട്ടാളക്കാർ കൊല്ലപ്പെട്ടതാണ്. പിന്നെ ഈ അല്ലവൈറ്റ്സ് അല്ലെങ്കിൽ ഷിയകൾ കൊല്ലപ്പെടുന്ന കൂട്ടത്തിൽ ക്രിസ്ത്യൻസും കുറേ പേര് കൊല്ലപ്പെടുന്നുണ്ട്. പിന്നെ അതിനെപ്പറ്റിയൊന്നും അധികം കണക്കെടുക്കുന്നില്ല. പക്ഷേ ഈ ഷിയ മുസ്ലിംസ് കൊല്ലപ്പെടുന്നതിൻ്റെ കണക്കുകൾ ആൾക്കാരെടുക്കുന്നുണ്ട്. അത് ഇപ്പോൾ 48 മണിക്കൂറിനുള്ള 1000 പേര് കൊല്ലപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ സിറിയയിലെ അവസ്ഥ.